Hi guys. Hello. Hi. Hi. നമുക്കിന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. സോ ഇന്ന് നമുക്കൊരു ഡേറ്റ് ഉണ്ട് തസ്നിയുടെ വീട്ടിൽ. ഞങ്ങളെല്ലാവരും കല്ലുമ്മക്കായ കഴിക്കാൻ പോവാ. ഉമ്മച്ചി സ്പെഷ്യൽ കല്ലുമ്മക്കായ. എക്സൈറ്റഡ് ലിറ്റിൽ ബിറ്റ്. ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ് കല്ലുമ്മക്കായയുടെ. അടിപൊളി. ഇന്നലെ ആണോ? നീ കഴിച്ചിട്ടുണ്ടോ ഇതിന് മുന്നേ? കഴിച്ചിട്ടുണ്ട്. ആലിബാബ എവിടെ? റെസ്റ്റോറന്റ് പനമ്പള്ളിയില്. ഓക്കെ. കല്ലുമ്മക്കായ റോസ്റ്റ്. എനിക്ക് നോമ്പാ നോമ്പാണോ? നീ കഴിച്ചിട്ടുണ്ടോ? ഞാനും ഫസ്റ്റ് ടൈം ആണ് കഴിച്ചത്. ഞാൻ അതിനനുസരിച്ച് എക്സ്ട്രാ എടുക്കും. സോ ഞാൻ കംപ്ലീറ്റ്ലി ഉടയപ്പല്ല. അതെ, നോമ്പിലൊക്കെ നല്ല ഡീസന്റ് അല്ലേ? അങ്ങനെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ അത് ഫില്ല് ചെയ്യാനുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. എനിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കാണുന്നവർക്കറിയാം, ഞാൻ കുറേ തവണ ഇത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ 2 പേജും ഫോളോ ചെയ്യുക. ഓസിന് 2 സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ള വഴിയൊന്നുമല്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. സോ നമുക്കിന്ന് 2 ഡെസ്റ്റിനേഷനാണ് ഉള്ളത്. ഫസ്റ്റ് നമുക്ക് സ്റ്റുഡിയോയിൽ വരെ പോകണം, ബിക്കോസ് നമ്മുടെ കോളേജ് സെലിബ്രേഷനാണ്. എന്തിൻ്റെ? ക്രിസ്മസിൻ്റെ. സോ ഞാൻ ബോഡിക്കോൺ ടൈപ്പ് ഡ്രസ്സാണ് നോക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇത് എറണാകുളം തന്നെയാണോ എന്ന്. എറണാകുളമാണ്. ഇവിടം വരെ ഒരു വൈറ്റിലെ വരെയൊക്കെ കുഴപ്പമില്ലാണ്ട് തിരക്കൊന്നും ഇല്ലാണ്ട് പോകാം. പക്ഷേ ഈ വൈറ്റിലെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ 1.5 ബ്ലോക്കാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. പറഞ്ഞു തീർന്നില്ല, കാക്കനാട് എത്തിയപ്പോൾ നമ്മൾ പെട്ടു ഗൈസ്. നമ്മളിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് വരും, അടുത്ത സിഗ്നൽ വീഴും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. സോ ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഞാനും തൃശ്ശ കൂടിയാണ് പോകുന്നത്. വേറെ ആരും വരുന്നില്ല. അവർ നേരെ തസ്നിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് പിന്നെ വഴിയെ മനസ്സിലാവും. സോ ഞങ്ങൾ ഇറങ്ങിയത് നമ്മുടെ കാക്കനാടുള്ള സ്റ്റുഡിയോയിലാണ്. നമ്മൾ അങ്ങനെ സ്റ്റുഡിയോയിലെത്തി. ഹായ്, കൊള്ളാല്ലേ എൻ്റെ കോസ്റ്റ്യൂം? സ്വന്തമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതങ്ങനെയാണല്ലോ വേണ്ടത്. മറ്റാരേക്കാളിലും ഏറ്റവും അത്യാവശ്യം നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. എനിവേ ഞാൻ 1-2 ഫോട്ടോസും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മളെല്ലാം ഇങ്ങനെ തന്നെയല്ലേ. ഞാനൊരു ഷട്ടർ ബർഗിൻ്റെ സ്വഭാവമാണ്. ബിക്കോസ് എനിക്ക് എവിടെ മിറർ കണ്ടാലും ഇങ്ങനെ കംപ്ലീറ്റ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണം, കംപ്ലീറ്റ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം, സ്നാപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം, സ്റ്റാറ്റസ് ഇടണം, സ്റ്റോറി ഇടണം. ഞാൻ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ ചേച്ചി എപ്പോഴും എന്നോട് പറയുന്നത് എനിക്കിത് മാത്രമേ ഉള്ളൂ. എനിവേ നമ്മൾ ഫസ്റ്റ് എടുത്തത് ഇതാണ്. ഇത് എനിക്ക് കഴുത്തിന് ഷോൾഡറിന് വിരിവില്ലാത്തതുകൊണ്ട് ഇത് കുറച്ച് ഇറങ്ങി പോകണ്ടായിരുന്നു. എക്സസ് ആയിട്ട് കൂടി എനിക്ക് സൈസ് അല്ലായിരുന്നു. ഞാൻ അത്രയും ചെറിയ ആളാണ്. ആൻഡ് എൻ്റെ കൂടെ പാൻസ് ഒന്നും ഇടണ്ട കേട്ടോ. ഞാൻ പാൻസ് ഓൾറെഡി ഇട്ടോട്ടുള്ളതുകൊണ്ട് ഊരാഞ്ഞതാണ്. പിന്നെ ഇവനാണ് ആൾ. ഇവൻ ഓക്കെ ആയിരുന്നു, പക്ഷേ സെലിബ്രേഷൻ ആണെങ്കിൽ നമ്മൾ ഡാൻസ് കളിച്ച് കഴിയുമ്പോൾ ടയർഡ് ആവുമല്ലോ. അപ്പോൾ ഈ കഴുത്ത് കയറിയത് എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നും. സോ ഞാൻ പിന്നെ ഇവനാണ് നമ്മുടെ ഐറ്റം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സൈസിന് എനിക്ക് കിട്ടുകയും ചെയ്തു. ഒരു സൈഡ് ഇങ്ങനെ സ്ലിറ്റൊക്കെ വന്നിട്ട് നൈസായിരുന്നു. എനിക്കിഷ്ടമായി. എന്തായാലും എനിക്കൊരു എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നി ബാക്കിയുള്ളതിനേക്കാട്ടിലും. സോ ഇതിൻ്റെ പ്രൈസ് 1000 സംതിങ് ആണ്. സോ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വേഗം സ്റ്റുഡിയോയിൽ പോയി വാങ്ങിക്കോ. പിന്നെ തൃശ്ശയ്ക്ക് ഒരു ഡ്രസ്സ് നോക്കി അവൾ ട്രയൽ റൂമിൽ കയറിയപ്പോൾ ഞാൻ കുറച്ച് ബോറടിച്ചു. ദെൻ നമ്മൾ നേരെ അവിടെ നിന്ന് പാക്ക് ചെയ്തു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വേറെ എങ്ങോട്ടല്ല, തസ്നിയുടെ വീട്ടിലേക്കാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കല്ലുമ്മക്കായ കഴിക്കാൻ പോകുന്നത്. സോ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. എനിക്ക് കല്ലുമ്മക്കായ എന്താണെന്ന് കൂടി അറിയാൻ പാടില്ല. നമുക്ക് പോയി നോക്കാം. ഫൈനലി നമ്മൾ നമ്മുടെ സെക്കൻഡ് ഓർ ദ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് വേറൊന്നിനുമല്ല, നമ്മൾ കുറച്ചധികം കോളിംഗ് ബെൽ അടിച്ചു. ഇവളുമാരൊന്നും തുറന്നില്ല കേസ്. ഇങ്ങനെ പാത്തിരുന്നൊരു കള്ളൻ്റെ കണ്ണിപ്പോൾ വരും. യെസ്, തസ്നിയുടെ വീട്ടിൽ നമ്മളെത്തി.
നമ്മുടെ ഇന്നത്തെ മെയിൻ ഉദ്ദേശം ഫുഡ് അടിയുണ്ട്. സ്റ്റാർട്ടറായിട്ട് നല്ല അടിപൊളി ഒരു ഷേക്ക് എന്നതിൻ്റെ പേര് കൂടി എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇവനാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ കല്ലുമ്മക്കായ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്ന കൂടെ ഉള്ളത് ഊത്തപ്പം എന്ന് പറയും. ഊത്തപ്പം വേണോ പൊന്നെ ബോണ്ട വേണോ പാട്ടിട്ടില്ലേ, അത് ഇവനെ പറ്റിയാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. എന്തായാലും നമ്മൾ ഇത് എനിക്കധികം ഇഷ്ടമായില്ല ഗൈസ്. എൻ്റെ ഹൈപ്പൊക്കെ പോയി. എനിക്ക് ഫസ്റ്റ് ടൈം കഴിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ലൈക്ക് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റബിൾ ആയില്ല. ബട്ട് ആ ഊത്തപ്പം എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. കുറച്ച് ചൂടോടെ കഴിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയെന്ന് അവൾ പറഞ്ഞു. പക്ഷേ ഉമ്മീൻ്റെ നല്ല മീൻകറിയും ചോറും ഞങ്ങൾ കഴിച്ചു. ഇനി നമുക്ക് ഗോസിപ്പിനുള്ള ടൈമാണ്. ഓക്കെ, ബൈ പറ. കൊച്ചിന്റെ ചെള്ളയിലെല്ലാം എന്തരോ കടിച്ചു ഗൈസ്. എങ്ങനെ പക്ഷെ അത് ഫ്ലഷ് ആകട്ടെ. ഞങ്ങൾ നാച്ചുറലി നേഹയുടെ ചെള്ളിയിൽ എന്തോ ഒരു സാധനം കടിച്ചു, എന്തോ ഒരു അലർജി പോലെ പെട്ടെന്ന് വന്നു. അത് മാറി പെട്ടെന്ന് തന്നെ. നമ്മുടെ പരിപാടിയൊക്കെ ഇവിടെ കൊണ്ട് കഴിയല്ല. നമ്മളിനി നേരെ തസ്നിയുടെ കടയിലേക്കാണ് പോകാൻ പോകുന്നത്. എനിക്കൊരു ഹീൽസ് വാങ്ങിക്കണം. കുറച്ച് നാളായിട്ട് ഒരു റെഡ് ഹീൽസ് ഞാനിങ്ങനെ നോക്കി നടക്കുമായിരുന്നു. ഞാൻ കുറേ അധികം മിന്ത്രയിൽ നോക്കിയെങ്കിൽ നമ്മളിവിടെ വരുമ്പോഴത്തേനും ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ലൈക്ക് ചെരുപ്പൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കാലിൻ്റെ അളവൊന്നും ആയിരിക്കണം എന്നില്ല. പിന്നെ ഞാൻ എല്ലാ ഒക്കേഷനും എൻ്റെ ഓണം, എൻ്റെ ക്രിസ്മസിനെല്ലാം തസ്നിയുടെ കടയിൽ നിന്നാണ് ചെരുപ്പൊക്കെ വാങ്ങിക്കല്. അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ള കടയാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണ് വേണ്ടത് ചെന്ന് എൻ്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് വേണമെന്ന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി കടേൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കലൂർ സെൻറ്ററിൽ തന്നെയുള്ള സ്കൈഡി എന്ന് പറഞ്ഞിട്ടുള്ള കടയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കടയായതുകൊണ്ട് പറയല്ല, അടിപൊളി കളക്ഷൻസ് തന്നെയാണ് അവിടെ ഉള്ളത്. നമ്മുടെ ഈസ്തെറ്റിക് ആയിട്ടുള്ള ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാനെടുത്ത ചെരുപ്പ് ഇതാണ്. ഇത് അത്യാവശ്യം അടിപൊളിയായിരുന്നു, നല്ല ബ്ലാക്ക് അടിപൊളിയാണ് ഗൈസ്. ലാസ്റ്റ് ഞാൻ കോളേജിലെ ബിറ്റ്സൊക്കെ ആഡ് ചെയ്യാം. ഞങ്ങളെല്ലാവരും ഇങ്ങനെ അത്യാവശ്യം നല്ല ആൾക്കാർ വരുന്ന കടയാണ്. ആൻഡ് ഞങ്ങൾ കുറച്ചധികം നിൽക്കേണ്ടി വന്നു ബില്ലടിക്കാൻ. നിങ്ങൾ നൈറ്റ് പാർട്ടീസൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണോ? നിങ്ങളുടെ കോളേജിലെ ഫംഗ്ഷൻസൊക്കെ ഇപ്പോൾ ഒട്ടുമിക്ക കോളേജിലും നൈറ്റാണ് വെക്കാറ്. സോ അവിടെ നമുക്കൊരു എലഗൻറ്റ് ലുക്ക് തരുന്ന സാധനമാണിത്. നല്ല രസമാണ് കാണാൻ. ഞങ്ങളിതൊന്ന് മുക്കാൻ ശ്രമിച്ചെങ്കിലും ഉമ്മി ഞങ്ങളെ ഓടിച്ചു. ഞങ്ങൾ പറഞ്ഞു വാടകയ്ക്കെങ്കിലും ഒന്ന് തരാമോ, കൊണ്ടുപോയി അപ്പം തന്നെ 2-3 ഫോട്ടോ എടുത്തിട്ട് തിരിച്ചേൽപ്പിക്കാമെന്ന് പറഞ്ഞു. ഉമ്മ ഓടിച്ചു വിട്ടു. കാരണം അത്രയ്ക്കും നല്ല ബ്രാൻഡഡ് സാധനമാണ്. ആൻഡ് ഇതാണ് എൻ്റെ ചെരുപ്പ്. അതിൻ്റെ ഭംഗി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എനിവേ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ആൻഡ് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നേരെ നമ്മൾ പള്ളിപ്പെരുന്നാൾ കാണാൻ പോകണം. അതിൻ്റെ വ്ളോഗൊക്കെ ഷോർട്സിൽ ആഡ് ചെയ്യാം. ദെൻ നമ്മൾ പുട്ടും കറിയും ബീഫ് കറിയും നല്ല ഫ്രൈയും കഴിച്ചതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങണം. ബിക്കോസ് നമുക്ക് നാളെ പോകണ്ടേ. നമ്മുടെ സെലിബ്രേഷൻ ഡേ ആണിന്ന്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരികളാകുകയാണ്. ആൻഡ് ഇതിൻ്റെ ഫുൾ വ്ളോഗ് ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് വീഴും, നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ഞാനത് ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. ആൻഡ് കോളേജിൽ ചെന്ന് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. കാര്യം സെലിബ്രേഷൻ എങ്ങനെ എൻജോയ് ചെയ്യാമെന്നുള്ളതായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ചെയ്യാം.